അതിഗംഭീര ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് ഇനി ഒറ്റപ്പാലത്തിന്റെ മണ്ണിൽ ലൈവായി തുടരും. ജീവനും ഉപജീവനത്തിനും വഴിമുട്ടിക്കുന്ന ക്വാറിയുടെ പ്രവർത്തനം നിർത്താൻ പരിശ്രമം ശക്തമാക്കുകയാണ് ഇത്തിയാൻമലയ്ക്ക് സമീപത്തെ പ്രദേശവാസികൾ. ഒറ്റപ്പാലത്തെ മറ്റൊരു ദുരന്തമാക്കാനുള്ള നടപടിക്ക് അധികൃതർ കൂട്ടുനിൽക്കരുത് എന്ന് മാത്രമാണ് ഇവർക്ക് പറയാനുള്ളത്. ഇത്തിയാൻമലയിലെ ക്വാറിയുടെ പ്രവർത്തനം ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് ഈ പ്രദേശത്തെ ജനങ്ങളെ. ഒറ്റപ്പാലത്തെ ദുരന്ത ഭൂമിയാക്കാനുള്ള ഈ ക്വാറിയുടെ പ്രവർത്തനം ആരംഭിച്ചതോടെ ഇവരുടെ ഉറക്കം നഷ്ടപ്പെട്ടു. വർഷങ്ങളായി ക്വാറി മാഫിയയെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ഇവർ ആരംഭിച്ചിട്ട് കോടതി വിധിയിലൂടെ ക്വാറി പ്രവർത്തനം തുടങ്ങിയതോടെ ഇനി എന്ത് എന്നുള്ള ചിന്തയിലാണ് പ്രദേശവാസികൾ. കഴിഞ്ഞ ദിവസങ്ങളിലായി വലിയ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. ജനവാസ മേഖലയിൽ ഇത്തരമൊരു ക്വാറി ജനങ്ങളുടെ സ്വൈര ജീവിതത്തെ അട്ടിമറിക്കുമെന്ന പേടിയാണ് ഇവർക്ക്. 2 ദിവസം മുമ്പാണ് പാറ പൊട്ടിക്കൽ തുടങ്ങിയത്. ഒരു 4-5 തവണ പൊട്ടിക്കുന്ന ശബ്ദമുണ്ടായിരുന്നു. വളരെ ഉച്ചത്തിലുള്ള ശബ്ദമായിരുന്നു. പിന്നെ പൊടിപടലങ്ങളുണ്ട്. കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് പൊടിപടലങ്ങൾ ഇങ്ങോട്ട് വരുന്നതാണ്. ഇതൊരു ജനവാസ കേന്ദ്രമാണ്. അപ്പോൾ ഇത്രയും അടുത്ത് ഇങ്ങനെ ഒരു പാറമട വരുന്നത് ജനങ്ങൾക്ക് ദോഷകരമായിരിക്കും. അതുകൂടാതെ വീടുകൾക്ക് വിള്ളൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ജനങ്ങളെല്ലാവരും സഹകരിക്കണം. ഇതിനെതിരെ ഒത്തുചേർന്ന് ഇത് എത്രയും പെട്ടെന്ന് സ്റ്റേ കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യണം, നടപടികൾ സ്വീകരിക്കാൻ എല്ലാവരും ഒത്തുചേർന്ന് സഹകരിക്കേണ്ടതാണ്. തുടരെ ശബ്ദവും വീടിനൊരു പ്രകമ്പനവും. പേടിയോടെയാണ് പ്രായമായവർ ഉൾപ്പെടെ ഇവിടെ താമസിക്കുന്നത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നമ്മുടെ അടുത്ത് ഇവിടെ ഒരു ക്വാറി വരാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രശ്നത്തിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. ക്വാറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാടിനും വീടിനും അടുത്തുള്ള എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇന്നലെ പെട്ടെന്നൊരു സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി. അതിന് തുടരെ 2 പ്രാവശ്യം ഈ വെടിപൊട്ടുന്ന സൗണ്ട് കേട്ടു. മൊത്തം വീടൊക്കെ ഒരു പ്രകമ്പനം പോലെയാണ് തോന്നുന്നത്. 100 വർഷത്തിലും മീതെ പഴക്കമുള്ള വീടാണ് കാണുന്നത് നമ്മുടെ വീട്. ഇതൊക്കെ നിലം പതിക്കാനൊരു ചാൻസ് ഉണ്ട്. പിന്നെ നമുക്കിവിടെ അടുത്തുള്ളവർ, വയസ്സായ ആൾക്കാർ, വയ്യാത്ത ആൾക്കാരൊക്കെ നിറയെ ഇരിക്കുന്നുണ്ട്. ഇത് കാരണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ അടുത്ത് ഒരു വയനാടായിട്ട് നമ്മുടെ ഈ പ്രദേശം മാറുമെന്ന് നമുക്ക് ഭയങ്കര പേടിയുണ്ട്. എല്ലാവരും കൂടി ഏതെങ്കിലും വിധത്തിൽ അതൊക്കെ നിർത്തി തന്നാൽ നമുക്ക് നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും നല്ലൊരു ഉപകാരമായിട്ടുണ്ടായിരുന്നു. കാരണം അത് കുറേ കാലമായിട്ട് തുടങ്ങിയിട്ട് ഇതിന് പിന്നിൽ കുറേ ആൾക്കാർ പാവം നടന്നിട്ട് ഇന്ന് വരെയും അത് നിർത്താൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല. അപ്പോൾ രാഷ്ട്രീയം ഭേദമന്യേ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ഒത്തൊരുമിച്ച് നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ വീടിനും നാടിനും സ്വത്തിനും എല്ലാത്തിനും നമുക്ക് ഭീഷണിയാണ് ഈ ക്വാറി ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും അത് ആ ക്വാറി ഇവിടെ പ്രവർത്തിക്കുന്നത്. ഒരു ദിവസം എത്ര വണ്ടികൾ അത് കൂടെ പോകണമെന്ന് തന്നെ നമുക്കറിയില്ല. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ വരികയെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു ക്വാറി കൃഷി ഉൾപ്പെടെ നശിപ്പിച്ചു കളയുമെന്നും ഇവർക്ക് ഭീതിയുണ്ട്. ഈ മലയുടെ അടിവാരത്തുള്ള കൃഷി ഭൂമി, ആ തെങ്ങും തോട്ടം എന്നൊക്കെ ഞാൻ നോക്കി കൊടുക്കണതാണ്. ഞാൻ പാട്ടത്തിനെടുത്തിട്ട് പണിയെടുക്കുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് നല്ലൊരു ശല്യമായിട്ടപ്പോൾ അത് തീരുന്നത്. 2-3 ദിവസമായിട്ടിപ്പോൾ വെടിയുടെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. അതിൻ്റെ അടിവാരത്തുള്ള തെങ്ങുതോട്ടം ഞാൻ നോക്കുന്നതാണ്. അതിന് ശല്യമായിട്ട് വരികയാണ്. ഈ ഭൂമിയിലേക്ക് വെള്ളത്തിൻ്റെ ഇതിനുള്ള നല്ലൊരു വൈഷമ്യം വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ. അതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ അതിനുള്ള നിലപാട് നമുക്ക് കിട്ടണം. കൃഷിഭൂമി നാശമായി പോവുകയെന്ന് പറഞ്ഞാൽ തെങ്ങ്, വാഴ, കഴുങ്ങ് ഇതൊക്കെ ഉണ്ട്. നെൽകൃഷി അതിപ്പോൾ നല്ലൊരു ശല്യമായിട്ടാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. പിന്നെ ഈ പാടത്തിൻ്റെ അരികിൽ തന്നെയാണ് ഇപ്പോൾ എൻ്റെ വീട്. അവിടെ നിന്ന് ഒരു വെള്ളച്ചാലുണ്ടായിരുന്നു മുമ്പ് നേരെ തെക്കോട്ട്. അതൊക്കെ ഇപ്പോൾ അവർ തോർത്ത് ചാലാക്കി റോഡാക്കി മാറ്റിയിറങ്ങണം. അപ്പോൾ അതൊക്കെ എന്താ വെച്ചാൽ ചെയ്യാനുള്ള സംവിധാനം ചെയ്യണം. ജനകീയ കമ്മിറ്റിയിലൂടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ക്വാറിയുടെ പ്രവർത്തനം നിർത്താനാണ് ഇനി ഇവരുടെ ശ്രമം. ഇതിന് സമീപത്തായി അംഗൻവാടി, LP സ്കൂൾ എന്നിവയുമുണ്ട് എന്നുള്ളതാണ് ഏറെ ഭീതി ജനിപ്പിക്കുന്നത്. ഇതാണ് ക്വാറിയിലേക്ക് പോകുന്ന വഴി. തൊട്ട് അങ്ങോട്ട് നോക്കിയാൽ കാണാം. അനേകം കുട്ടികൾ പഠിക്കുന്ന ഒരു LP സ്കൂളാണ്. നിങ്ങൾക്ക് ആ ദൃശ്യത്തിൽ കാണാൻ കഴിയും. തൊട്ട് മാറിയാൽ ഒരു 50 മീറ്റർ 100 മീറ്റർ മാറിയാൽ പിന്നുള്ള ഒരു അംഗൻവാടിയാണ്. അപ്പോൾ ഈ ക്വാറിക്കൊക്കെ അനുവാദം കൊടുക്കുന്ന ഭരണാധികാരികൾ ഇത് കാണാതിരിക്കരുത്. വളരെ ചെറിയ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഇത്. തൊട്ടപ്പുറത്ത് അംഗൻവാടിയുള്ളത്. ഞാൻ നിൽക്കുന്ന ക്വാറിയുടെ ഏകദേശം 300 മീറ്റർ താഴെയാണ്. റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ കാണാം. ഇതാണ് ക്വാറി. ഈ കാണുന്നതാണ് ക്വാറി. ഇതിൻ്റെ മുകളിൽ അവിടെ പരിസരത്തുള്ള വീടുകളുടെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടു നോക്കൂ. ഇതാ കേവലം 200 മീറ്റർ ക്വാറിയും വീടുകളും തമ്മിലുള്ള അകലാണ് പറയുന്നത്. 200 മീറ്റർ പോലും ഇല്ല. കണ്ടോളൂ, ഇത്രയും വീടുകൾ ഒരുപാടുണ്ട്. ഏകദേശം ഇവിടെ ഒരു 400 വീടുകളുണ്ട് ഈ ചുറ്റുവട്ടത്ത് മാത്രം. അപ്പോൾ അതുകൊണ്ട് വേണ്ടപ്പെട്ട അധികാരികൾ
ഒന്ന് കണ്ണ് തുറക്കൂ. ദൈവത്തെ ഓർത്ത്, വരും തലമുറയെ ഓർത്തെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്തു തരും പ്ലീസ്, അപേക്ഷയാണ്.